ഇതൊരു ട്രാവൽ വ്ളോഗാണ് കാണിക്കുന്നത്. ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂസ് ആണ് കേട്ടോ. സോ വെൽക്കം ബാക്ക്. ഞങ്ങൾ ബാൻഫിൽ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ ചെയ്ത് താഴെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. കാരണം ബസ് ടൂർ എടുക്കാനാണ്. അപ്പോൾ ബസ് ടൂറിന് ഇവിടെ ഷട്ടിൽ എന്നാണ് പറയുന്നത്. ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് എല്ലാം കൊണ്ട് കാണിക്കാൻ വേണ്ടി ഞങ്ങളിങ്ങനെ ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ താമസിച്ച ഹോട്ടലാണ്. ഓട്ടർ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. പക്ഷേ നല്ല ഭംഗിയായിരുന്നു കാണാൻ. കാര്യം ഫുള്ളി വുഡൻ വർക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ സൂപ്പറായിരുന്നു. ഇവിടുത്തെ എല്ലാ ഹോട്ടൽസും അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഷട്ടിൽ എന്ന് പറയുന്നത് ചെറിയ ഒരു ടൂറിസ്റ്റ് ബസ്സാണ്. വലിയ ബസ്സൊന്നുമല്ല. ഇതൊരു 14 സീറ്റുള്ള ഒരു ബസ്സാണ്. ഒരു കണക്കിന് അത് നല്ലതാണ്. ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോകുന്നതിനേക്കാളും ചെറിയ ചെറിയ ഗ്യാങ്ങായിട്ടാണ് ഇവർ കൊണ്ടുപോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോഴും തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. ആ സമയം നമ്മുടെ ഷട്ടിലും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ്സിൽ പോയപ്പോൾ കണ്ട കുറച്ച് വ്യൂസാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂസാണ്. ഇത് പറയാൻ വേർഡ്സ് ഒന്നും ഇല്ല കേട്ടോ. അമേസിങ്. അത്രയ്ക്ക് സുന്ദരമായ കാഴ്ചയാണ് കേട്ടോ. നമ്മൾ മൂവിയിലൊക്കെ കാണുന്ന പോലെയുള്ള കാഴ്ചയാണ്. ഈ കാണുന്നതെല്ലാം റോക്കി മൗണ്ടൻസ് ആണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് കാസൽ മൗണ്ടൻസ് എന്നാണ് പറയുന്നത്. ഇത് ഇവിടുത്തെ ബാൻഫിൻ്റെ ഐക്കോണിക്കാണ് കേട്ടോ. ഇത് ഈ വർഷങ്ങളായിട്ടുള്ള ചെളിയും കളിമണ്ണും കൂടെ കൂടി ചേർന്ന് ഇങ്ങനെ ലെയറായിട്ട് രൂപാന്തരപ്പെട്ടിട്ടുള്ള കരിങ്കല്ലാണിത്. അത് ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റായിട്ടുള്ള കരിങ്കല്ലാണെന്നാണ് ഇത് പറയുന്നത്. ഇത് എളുപ്പത്തിൽ അടർത്തിയെടുക്കാൻ പറ്റും. ഇത് തന്നെ ഒരു കാസലിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഫോം ചെയ്ത് കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നും ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് അടുത്ത അട്രാക്ഷൻസും മെയിൻ അട്രാക്ഷൻസും ആയ എമറോൾഡ് ലേക്കിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മളെ ഇറക്കുമ്പം നമ്മളോട് ഒരു ടൈം പറയും, 1 അവർ അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചെത്തിക്കൊള്ളണം. കാരണം നമ്മൾ തിരക്കി അവർക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും ടൈം കീപ്പ് ചെയ്യണം. ഇവിടുത്തെ കാഴ്ചയെന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് കണ്ടു തീരുന്നതല്ല കേട്ടോ. അപ്പം നമുക്ക് ടൈം ലിമിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം അങ്ങനെ കളയാനുമില്ല. ഇവിടെ കയാക്കിങ്ങും ബോട്ടിങ്ങും ഒക്കെ സർവീസുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ക്ലോസപ്പിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി കാണാം. പക്ഷേ ഞങ്ങൾക്ക് അതിനുള്ള ടൈം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അതൊന്നും ചൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ തന്നെ നമുക്ക് കണ്ടിട്ടും മതി വരുന്നില്ല കേട്ടോ. കണ്ണെടുക്കാനും തോന്നില്ല, ഒരു സ്പോട്ടിൽ നിന്ന് അങ്ങോട്ട് മാറാനും തോന്നില്ല കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആണ്. ഞങ്ങൾ വന്ന ദിവസം കുറച്ച് മഴയും ക്ലൗഡിയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ വെള്ളത്തിന് പ്രോപ്പറായിട്ടുള്ള കളറ് അങ്ങോട്ട് വരാഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറ് കാണിച്ചേനെ. അപ്പോൾ ഇതിൻ്റെ കളറ് കാരണമാണ് ഇതിന് എമറോൾഡ് എന്ന പേര് തന്നെ വീണത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പക്ഷേ നമ്മുടെ സമയം ഏതാണ്ടൊക്കെ തീരാറായി വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടി മുന്നോട്ട് നടന്നപ്പോൾ കുറേ കോട്ടേജൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കണ്ട ചെറിയ ചെറിയ കോട്ടേജ്. അങ്ങനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കോട്ടേജ് ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് താമസിക്കാം. ലേക്ക് വ്യൂവും കണ്ടിട്ട് അങ്ങനെ താമസിക്കാം. പക്ഷേ അത് കുറച്ച് എക്സ്പെൻസീവാണ്. കുറേ നേരം ഞങ്ങൾ അവിടെ നിന്നു. അപ്പോൾ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മേളിലോട്ട് കയറി പോകുന്തോറും തണുപ്പ് അനുഭവിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ നിന്ന് നോക്കിയതിന് ശേഷം ഞങ്ങൾ പതുക്കെ അവിടുന്ന് തിരിച്ച് ഇറങ്ങി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്ക് വിട്ട് വരാനേ തോന്നത്തില്ല കേട്ടോ. ഈ മല ഇറങ്ങി എന്നൊക്കെ പറയുന്ന പോലെ ഞങ്ങൾ പതുക്കെ തിരിച്ച് ഇറങ്ങി. കാരണം താഴെ വേറെ ഒരു റിവറുണ്ട്, അതും കൂടി കാണണം. അപ്പം നമ്മുടെ ടൈം ലിമിറ്റും കൂടെ നമുക്ക് കീപ്പ് ചെയ്യണമല്ലോ. എന്നിട്ട് തന്നെ പിന്നും നമ്മൾ കറങ്ങി ഇങ്ങനെ കുറേ നേരം ഇവിടെയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മൗണ്ടൻസിൻ്റെ സ്റ്റോറിയും ഒക്കെ ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത്. അപ്പോഴത് ഒക്കെ ഒരുപാട് നമുക്ക് നിൽക്കാൻ സമയമില്ല. അങ്ങനെ ഉടനെ നമ്മൾ അടുത്ത ഒരു താഴോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കണ്ട ഒരു ചെറിയൊരു റിവറാണ് ഇത് കിക്കിംഗ് ഹോഴ്സ് റിവർ എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിൽക്കി കളറാണ് ഈ റിവറിന്. ശരിക്കും പറഞ്ഞാൽ റിവറും ലേക്കും അടുത്തടുത്താണുള്ളത് കേട്ടോ. പക്ഷേ രണ്ടിൻ്റെയും കളറ് ഡിഫറൻസാണ്. അതാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയത്. കണ്ടോ, ഒരു തരം മിൽക്കിൻ്റെ ഒരു കളറിലുള്ള വരുന്ന ഇങ്ങനെ കുത്തൊലിച്ച് വരുന്ന വെള്ളമായിരുന്നു കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഈ മൗണ്ടൻസിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ എനിക്ക് അത്രയും അങ്ങോട്ട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. നമ്മൾ എത്ര എടുത്താലും നമുക്ക് അതിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് കിട്ടത്തില്ല കേട്ടോ.
എത്ര ഭംഗിയായിരുന്നു കേട്ടോ ആ വെള്ളം ഇങ്ങനെ കുത്തൊലിച്ച് വരുന്നതെല്ലാം കാണാൻ. അങ്ങനെ കുറേ നേരം അതിൻ്റെ ഇടയിലിടയിൽ ഇതേ ഇങ്ങനെ ചെറിയ ചെറിയ പാറക്കല്ലും പാറക്കെട്ടും അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഫോഴ്സിന് വരുന്നതും മൗണ്ടൻസും പൈൻ മരങ്ങളും ഇതെല്ലാം കൂടി ഉണ്ടല്ലോ. അയ്യോ സൂപ്പർ കേട്ടോ, ഒന്നും പറയാനില്ല. അങ്ങനെ കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പതുക്കെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ രണ്ട് സൈഡിലുണ്ട് കേട്ടോ. ഒരു സൈഡല്ല, രണ്ട് സൈഡും ഒരേപോലത്തെ വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ വെള്ളവും മൗണ്ടൻസും പാറകളും എന്താ പാറക്കെട്ടും അതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വെള്ളം വാട്ടർഫാളും ഒക്കെ ആയിട്ടുള്ള ഒരു വളരെ ഒരു ബ്യൂട്ടിഫുൾ. ഇത് ശരിക്കും പറഞ്ഞാൽ മാൻമെയ്ഡ് അല്ല, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് നാച്ചുറലാണ് കേട്ടോ, നാച്ചുറലായിട്ടുള്ള വാട്ടർഫാളാണ്. അതുകൊണ്ടാണ് ഇത്രയും ഫേമസും ഇത്. അങ്ങനെ ഈ ബാൻഫിൽ വരാത്ത ആരും ഉണ്ടാവില്ല കേട്ടോ, എല്ലാവരും ബാൻഫ് കാണാതെ പോവാറില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് പിന്നെ കുറേ നേരം നമ്മളിങ്ങനെ നടന്ന് പതുക്കെ ഇങ്ങനെ കയറി. അവിടെ ശരിക്കും താഴോട്ട് ഇറങ്ങണം കേട്ടോ. ഇത് കുറച്ച് നമ്മൾ ലേക്ക് അപ്പുറത്തെ സൈഡും റിവർ ഇപ്പുറത്തെ സൈഡും അങ്ങനെ. പക്ഷേ രണ്ടിൻ്റെയും കളറ് ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇതൊരു മിൽക്കി വാട്ടർ ആണെങ്കിൽ മറ്റേത് ഒരു തരം ഗ്രീനിഷ് ബ്ലൂ വാട്ടറാണ്. അങ്ങനെ കുറേ നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് പോകാൻ തോന്നില്ല. ഇങ്ങനെ നിന്ന് നമ്മളെ ടൈം ഏതാണ്ടൊക്കെ കഴിയാറായി. അവസാനം ഡ്രൈവർ നമ്മളെ തിരക്കിയാണ് വന്നത്, പോകാൻ സമയമായെന്നും പറഞ്ഞ്. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു വ്യൂ ആണ്. അങ്ങനെ അതേ ലേഖ ഒന്ന് തൊട്ട് നോക്കട്ടെ വെള്ളത്തിലെന്നും പറഞ്ഞ് ചെന്ന് വെള്ളമൊക്കെ ഒന്ന് കയ്യിലൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുവാണ് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നിപ്പോവും കേട്ടോ, ഇതിലോട്ട് ഇറങ്ങി ചാടാൻ. എങ്ങനെ ആഴം ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ അവിടെ നിന്നൊക്കെ അങ്ങനെ നേരെ പിന്നെ ഇപ്പം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ഇത് നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവത്തില്ല ബാൻഫിൽ. ഇപ്പം ഞങ്ങൾ പിന്നെ എമറാൾഡ് ലേക്കൊക്കെ കഴിഞ്ഞു വന്ന് ഇനിയിപ്പം ലഞ്ചിന് അവർ നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ലഞ്ചിനൊക്കെ ശേഷം ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബസ്സിൽ കയറിയിട്ടുണ്ടായിരുന്നു, കാരണം സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ നമ്മുടെ മൂന്നാമത്തെ സ്പോട്ടായ ജോൺസ്റ്റൺ കാനിയോൺ എന്ന് പറയും, അവിടത്തേക്കാണ് പോയത്. അതാണ് ഇത് ഈ കാണുന്നത്. ഇത് ശരിക്കും ഒരു ട്രെയിലാണ്. ഇത് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ ഇത്. പിന്നെ വേണമെങ്കിൽ സൈക്കിളുണ്ടെങ്കിൽ നമുക്ക് സൈക്കിളിൽ പോവാം. പക്ഷേ കുറച്ച് ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലവുമാണ്, വളരെ സൂക്ഷിച്ച് പോകണം. കാരണം അവരിങ്ങനെ ബ്രിഡ്ജസ് കെട്ടിയിരിക്കുകയാണ് ഇതിൻ്റെ ഇടയിൽ. ഒരു സൈഡിൽ ഇങ്ങനെ കുത്തൊലിച്ച് പോകുന്ന വെള്ളമാണ്, മറു സൈഡിൽ ഇങ്ങനെ ചെങ്കുത്തായ പാറക്കെട്ടുകളാണ് കേട്ടോ. അങ്ങനെ അത് കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഇത് ഒരു അഡ്വഞ്ചറാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ലോവർ പാർട്ടും ഉണ്ട്, പിന്നെ അപ്പർ പാർട്ടും ഉണ്ട്. അങ്ങനെ രണ്ട് പാർട്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ ഞങ്ങൾ പിന്നെ അപ്പർ പാർട്ടിലോട്ട് പോയില്ല, ലോവർ പാർട്ടിൽ തന്നെ അവിടെ കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകുന്നതാണ് കേട്ടോ. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവർ ഇതിൻ്റെ പിന്നെ ഈ ബ്രിഡ്ജസൊക്കെ കെട്ടിയിരിക്കുന്നത് തന്നെ കാണാൻ എന്തൊരു ഭംഗിയെന്നറിയോ. നാച്ചുറൽ ഒരു ബ്യൂട്ടിയാണിത്. ഇത് ശരിക്കും ആർട്ടിഫിഷ്യലൊന്നും അല്ല. അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു ഇങ്ങനെ ഒരു വാട്ടർഫാളും ഉണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്കും, ഇവിടെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും ഒരു വലിയൊരു ലൈനപ്പാണ് കണ്ടത് കേട്ടോ, ആളുകൾ നിൽക്കുക. അപ്പോൾ എന്തെന്ന് ചോദിച്ചപ്പോഴാണ് അവിടെ ഒരു ചെറിയ കേവ് ഉണ്ട്, അതിൻ്റെ അകത്ത് കയറാൻ വേണ്ടിയുള്ള ലൈനപ്പാണെന്ന് പറഞ്ഞു. അപ്പം നമുക്കിവിടെ നിൽക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പർ പാർട്ടിലോട്ട് പോവാം. അപ്പോൾ അതായത് ഈ വാട്ടർഫാളിൻ്റെ ടോപ്പിൽ പോവാം. അത് കുറച്ചുകൂടെ വളരെ ബ്യൂട്ടിഫുൾ എന്നാണ് പറയുന്നത്, അത് കണ്ട് ഇറങ്ങി വന്നവർ പറഞ്ഞു. പക്ഷേ അവിടം വരെ കയറാനുള്ള എനർജി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കേവിൽ കയറാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഈ ലൈനപ്പിൽ നിൽക്കുകയായിരുന്നു. പക്ഷേ ലൈനപ്പിൽ നിന്നിട്ട് ലൈൻ ഒട്ടും അങ്ങോട്ട് മൂവ് ചെയ്യുന്നില്ല. അങ്ങനെ അവസാനം ഞങ്ങളും അവിടെ നിന്നൊരു ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ ടേൺ വന്നു. അങ്ങനെ ഞങ്ങൾ കേവിൻ്റെ അകത്തോട്ട് കയറുന്നു. ഒരു ചെറിയൊരു കേവാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ വാട്ടർഫാൾ ഒന്ന് ക്ലോസ് ആയിട്ട് കാണുന്നു, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഈ കയറുന്നവരാരും ഇറങ്ങി വരുന്നില്ല, അതാണ് പ്രശ്നം. പക്ഷേ ഞങ്ങൾ എന്തായാലും കയറി ഇത് കണ്ടു ഉടൻ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി. ഇതാണ് വാട്ടർഫാൾ. കുറേ കൂടെ നമുക്ക് ക്ലോസ് ആയിട്ട് കാണാം, അത്രയേ ഉള്ളൂ ഡിഫറൻസ്. അങ്ങനെ അത് കണ്ട ഉടനെ തന്നെ നമ്മൾ തിരിച്ചിറങ്ങി. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ പറയുന്നുള്ളൂ, ഇല്ലെങ്കിൽ ലോങ് വീഡിയോ